കാൽക്കുലസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ നെക്സ്റ്റ് പോർഷൻ നമുക്ക് നോക്കാം. ജോമെട്രിക് സീരീസ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് സീക്വൻസ് എന്താണെന്ന് അറിയണം. അതായത് ഇപ്പം ഒരു സീക്വൻസ്, ആ സീക്വൻസിൽ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ പോകുകയാണെങ്കിൽ സെയിം നമ്പർ ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അതിനെ സീക്വൻസ് ആക്കിയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജോമെട്രിക് സീക്വൻസ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് 2, 4, 8, 16 ഇങ്ങനെ പോവാം. ഇത് എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ പോയിരിക്കുന്നത്? 2 ഇൻറ്റു 2 ആണ് 4, 4 ഇൻറ്റു 2 ആണ് 8, 8 ഇൻറ്റു 2 ആണ് 16. അപ്പോൾ സെയിം നമ്പർ അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. സോ അങ്ങനെയുള്ള സീക്വൻസിനെയാണ് ജോമെട്രിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ സമ്മിനെയാണ് ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. അതിനെ ജനറലായിട്ട് എഴുതുന്നത് ഫസ്റ്റ് ടേം എ ആയിരിക്കും, നെക്സ്റ്റ് ടേം 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും AR, സെയിം നമ്പർ 6 തന്നെ ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം AR², ദെൻ AR³ AR⁴ അങ്ങനെ പോകും. അതിൻ്റെ സമ്മായിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, A പ്ലസ് AR പ്ലസ് AR² പ്ലസ് പിന്നെ AR³ AR⁴ അങ്ങനെ പോകും. അതിനെ നമുക്ക് മൊത്തത്തിൽ എഴുതാനായിട്ട് പറ്റും സിഗ്മ k is equal to 0 to infinity AR⁻k. അതായത് കേക്ക് നമുക്ക് 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ A കിട്ടും, 1 കൊടുക്കുമ്പോഴത്തേക്കും AR, 2 കൊടുക്കുമ്പം AR² അങ്ങനെ പോകും. അപ്പം ഈ ഒരു സമ്മിനെ നമുക്ക് ഇങ്ങനൊരു ഫോം ആക്കി എഴുതാം. സിഗ്മ k is equal to 0 to infinity AR⁻k. അപ്പോൾ സമ്മിനെ നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് പറ്റും. അതിൽ ഈ A എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേമും R എന്ന് പറയുന്നത് കോമൺ റേഷ്യോയും ആണ്. ഒരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 1, 2, 4, 8 എക്സെട്ര അപ് ടു 2k. ഓക്കെ, അപ്പം 1ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2 ആവുന്നത്, 2ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 ആകുന്നത്. സോ അവിടുത്തെ ഫസ്റ്റ് ടേം 1ഉം കോമൺ റേഷ്യോ 2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് സീക്വൻസ് നോക്കിക്കേ. 3/10, അടുത്ത 3/10², പിന്നെ 3/10³. അപ്പോൾ എന്താണ്? ഡിനോമിനേറ്ററിൽ 10 മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ 6 എന്ന് പറയുന്നത് എന്താണ്? 1/10 ആണ്. ഫസ്റ്റ് ടേം എന്താ? 3/10. ഇങ്ങനെയാണ് എയും ആറും എടുക്കുന്നത്. സോ ഇങ്ങനൊരു ജോമെട്രിക് സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ 6 നമുക്ക് കിട്ടത്തില്ലേ കോമൺ റേഷ്യോ? ഈ 6ൻ്റെ മോഡുലസ് എടുക്കുമ്പം ലെസ് ദാൻ 1 ആണ് വരുന്നതെങ്കിൽ കൺവേർജസും ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നതെങ്കിൽ ഡൈവേർജസും ആണ്. ഈ കൺവേർജസ് ആകുകയാണെങ്കിൽ മാത്രം എന്ത് കണ്ടുപിടിച്ചാൽ മതി? സമ്മ് കണ്ടുപിടിച്ചാൽ മതി. കാരണം അത് കൺവേർജസ് ആവുമെങ്കിൽ മാത്രമേ ആ സീരീസിന് എന്ത് കാണുള്ളൂ? സമ്മ് കാണത്തുള്ളൂ. അപ്പം മോഡ് 6 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അത് കൺവേർജസ് ആയിരിക്കും, എങ്കിൽ മാത്രമേ അതിന് സം ഉള്ളൂ. അപ്പം സം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണിത്. എന്താ? A/1 - R. എയും 6ഉം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? സമ്മ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഒരു ജോമെട്രിക് സീരീസിൻ്റെ. അത് എന്താണെങ്കിൽ മാത്രം കൺവേർജൻ്റ് ആണെങ്കിൽ മാത്രമേ ഫോമുല യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അടുത്ത നോക്കാം. ഡിറ്റർമൈൻ വെദർ ദ സീരീസ് കൺവേർജസ്, ഫൈൻഡ് ഇറ്റ് സം. ഈ ഒരു സീരീസ് കൺവേർജസ് ആണോ ഡൈവേർജസ് ആണോ നോക്കാം. ജോമെട്രിക് സീരീസ് തന്നെ. കാരണം എന്താ? ഇപ്പോൾ കേക്ക് 0 കൊടുക്കുക, 5/4 അല്ലേ. കേക്ക് 0 കൊടുക്കുമ്പോൾ ആൻസർ എന്ത് വരും? 5 വരും. കേക്ക് 1 കൊടുക്കുമ്പം 5/4, 5/4² അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആ സീക്വൻസ് എന്താണ്? 5, 5/4, 5/4² അങ്ങനെ പോവും. ഫസ്റ്റ് ടേം 5 ആണ്. എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്? ഡിനോമിനേറ്ററിൽ 4 അല്ലേ വന്ന് പോകുന്നത്. സോ 1/4 ആണ് R എന്ന് പറയുന്നത്. മോഡ് 6 ആണ്. മോഡ് R ലെസ് ദാൻ 1 ആണ് അല്ലേ. 1/4 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 അല്ലേ. അപ്പോൾ സീരീസ് എന്താണ്? കൺവേർജസ് ആണ്. കൺവേർജസ് ആണ് എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ? SN is equal to A/1 - R. എയും അറിയാം, ആറും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻസർ 20/3 എന്ന് കിട്ടും. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ജോമെട്രിക് സീരീസിനെ വെച്ചിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ റാഷണൽ നമ്പർ റെപ്രസെൻറ്റഡ് ബൈ ദ റിപ്പീറ്റിംഗ് ഡെസിമൽ 0.784. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് ഏതാണ്? 784 ആണ്. സോ നമുക്കതിനെ ഈ ഒരു നമ്പറിനെ എങ്ങനെ എഴുതാൻ പറ്റും? 0.784 പ്ലസ് അടുത്ത 784. അപ്പം ഫ്രണ്ടിൽ 3 zeros ഉണ്ട്. അപ്പോൾ 0.000784, അടുത്തത്
0.000000784 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതൊരു ജോമെട്രിക് സീക്വൻസ് അല്ലേ, ഒരു സെയിം നമ്പർ ആണല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. ഇതൊരു ജോമെട്രിക് സീക്വൻസ് ആണ്. അപ്പോൾ അതേതാണ് ആ സെയിം നമ്പർ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.784. അതുപോലെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 0.001 ആണ് മൾട്ടിപ്ലൈ ചെയ്തു പോകുന്നത്. അതെന്താണ്? മോഡ് ആർ എന്ന് പറയുന്നത് <1 ആണ്. സോ അത് കൺവേർജസ് ആണ്. സോ അതിനെന്തുണ്ട്? സം ഉണ്ട്. സമ്മിൻ്റെ ഫോർമുല A/1 - R ആണ്. എ നമുക്കറിയാം, R ഇട്ട് കൊടുത്തു. 0.784 ഡിവൈഡഡ് ബൈ 0.99 വരും. 0.999 വരും. പോയിന്റ് മാറുമ്പോഴത്തേക്കും 784 ഡിവൈഡഡ് ബൈ 999 എന്ന് വരും. ഈ സം എന്ന് പറയുന്നത് എന്താ? ഈ സം എന്ന് പറയുന്നത് ആ ഒരു നമ്പറിന് ഈക്വലാണ്. സോ ആ ഒരു നമ്പറിന് ഈക്വലായിട്ട് നമുക്ക് എന്ത് എഴുതാം? 784 ഡിവൈഡഡ് ബൈ 999 എന്ന് എഴുതാം. അടുത്തത് ടെലിസ്കോപ്പിംഗ് സംസ്. ടെലിസ്കോപ്പിംഗ് സംസിൻ്റെ കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് നോക്കാം. അതൊരു എക്സാമ്പിളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ വെദർ ദ സീരീസ് കൺവേർജസ് സിഗ്മ 1/k × k + 1. അതെന്ന് പറയുന്നത് എന്താ? കെക്ക് 1 കൊടുക്കുമ്പോഴത്തേക്കും 1/1 × 2 + 1/2 × 3 + 1/3 × 4 എക്സെട്ര അപ് ടു 1/n × n + 1. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ആ ഒരു ഫോം ഉണ്ടല്ലോ, സിഗ്മ 1/k × k + 1 എടുത്ത് താഴോട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എഴുതിയിട്ടുണ്ട്. അതിന് മുകളിൽ 1 അല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ചെയ്യുന്നത് ഇതേ ഒരു മെത്തേഡാണ്. മുകളിൽ 1 മാത്രമല്ലേ ഉള്ളൂ. അവിടെ ഒരു +k-യും -k-യും കൊടുത്തു. ഇക്വേഷന് ചേഞ്ച് ഒന്നും വരുന്നില്ല, കാരണം k - k 0 ആണ്. സോ ഒരു k-യും -k-യും കൊടുത്തു. അപ്പോൾ k + 1 - k എന്നായി. സോ ഇതിനെ സെപ്പറേറ്റ് ചെയ്തു. നമ്മളിതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 + 3/4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2/4 + 3/4. അതുപോലെയാണ് ഇവിടെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. k + 1/k × k + 1 പിന്നെ ബാക്കിയുള്ള k ഡിവൈഡഡ് ബൈ k × k + 1. ഓക്കെ, അങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഒരു സം, ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. k സിഗ്മ 1/k × k + 1. സം എഴുതിയിരിക്കുന്ന Sn എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ k = 1 to n 1/k × k + 1. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1/k × k + 1 എങ്ങനെ എഴുതാം? k + 1 ഡിവൈഡഡ് ബൈ k × k + 1 മൈനസ് k/k × k + 1. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി kക്ക് 1 കൊടുക്കാം. ഫസ്റ്റ് kക്ക് 1 കൊടുക്കുമ്പോഴത്തേക്കും k + 1 2 ആവും. അതുപോലെ 1 × 2 ആവും, 1/1 × 2 ആവും. അതുപോലെ 2 കൊടുക്കുമ്പോഴത്തേക്കും 3/6 - 2/6 ആവും. 3 കൊടുക്കുമ്പോൾ 4/12 - 3/12 ആവും. അങ്ങനെ നമ്മൾ നമ്പേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് എന്തായിരിക്കും? n കൊടുക്കുമ്പോൾ എന്ത് വരും? kക്ക് പകരം n + 1 ഡിവൈഡ് ബൈ n × n + 1 മൈനസ് n/n × n + 1 എന്ന് വരും. അതായിരിക്കും സീക്വൻസ് ആയിട്ട് വരുന്നത്. സോ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും 1 - 1/2 + 1/2 - 1/3 + 1/3 - 1/4 + എക്സെട്ര 1/n - 1/n + 1. കാരണം എന്താ? ഇവിടെ n + 1 n + 1 കട്ടായി പോവും, n-ഉം n-ഉം കട്ടായി പോവും. അങ്ങനെയാണ് 1/n-ഉം 1/n + 1-ഉം വരുന്നത്. ഇവിടെ ഏതാണക്ക് തന്നെ 2/2 1 ആവും, 1/2 1/2, 3/6 എന്ന് പറയുന്ന 1/2 ആണ്, 2/6 എന്ന് പറയുന്ന 1/3 ആണ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു -1/2 വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു +1/2 വരുന്നുണ്ട്. -1/3 വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു +1/3 വരുന്നുണ്ട്. അതുപോലെ -1/4 ഉണ്ടെങ്കിൽ എന്ത് കാണും? +1/4 കാണും. അപ്പോൾ അതെല്ലാം എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അതുപോലെ ഇവിടെ ഒരു +1/n ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായിരുന്നു കാണണം? -1/n ഉണ്ടായിരുന്നു കാണണം. സോ അതും ക്യാൻസൽ ആയി പോവും. അവസാനം എന്ത് മാത്രമേ ഉള്ളൂ? 1-ഉം -1/n + 1-ഉമേ. ഓക്കെ, അപ്പോൾ സമ്മായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 1 - 1/n + 1 ആണ്. സോ Sn =
1 മൈനസ് 1/n+1. സോ കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് സമ്മിൻ്റെ വെച്ച് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? സം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn അല്ലേ? Sn എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 1/n+1. സോ എന്നിന് പകരം ഇൻഫിനിറ്റി ആണ് കൊടുക്കുന്നത് അല്ലേ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ? ഇപ്പോൾ 1 മൈനസ് 1/∞+1 എന്ത് തന്നെയായിരിക്കും? ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. സോ 1 മൈനസ് 1/∞. 1/∞ എന്ന് പറയുന്നത് എന്തുവാ? 0യാണ്. സോ ആൻസർ എന്ത് വരും? 1 എന്ന് വരും. സോ കിട്ടിയ ആൻസർ എന്താണ്? ഫൈനൈറ്റ് ആൻഡ് യുണീക്ക്. ഫൈനൈറ്റും യുണീക്കും ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ സീരീസ് കൺവേർജസ്. സം എന്ന് പറയുന്നത് 1ആണ്. ഓക്കെ, ഇനി അടുത്തത് ഹാർമോണിക് സീരീസ് ആണ്. എന്താണ് ഹാർമോണിക് സീരീസ്? അതിൻ്റെ കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അതായത് അതിൻ്റെ ഫോം എന്ന് പറയുന്നത് സിഗ്മ k is equal to 1 to infinity 1/k എന്നാണ് ഫോം. ആ സീരീസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: 1 + 1/2 + 1/3 + 1/4 + 1/5 1/6 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാർമോണിക് സീരീസ് എന്ന് പറയുന്നത്. ഹാർമോണിക് സീരീസ് ആണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ അപ്പോഴേ നമുക്ക് എഴുതാം ദ സീരീസ് ഇസ് എ ഹാർമോണിക് സീരീസ്, സോ ഇറ്റ് ഡൈവേർജസ്. ഇറ്റ് ഇസ് എ ഡൈവേർജൻറ്റ് സീരീസ്. ഹാർമോണിക് സീരീസ് ആണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ വേറൊന്നും ചെയ്യാനില്ല, അത് ഹാർമോണിക് സീരീസ് ആണെന്ന് എഴുതിയിട്ട് എന്ത് എഴുതാം? ഇറ്റ് ഇസ് എ ഡൈവേർജൻറ്റ് സീരീസ് ആണെന്ന് എഴുതാം. അതായത് ഈ ഒരു ഫോമിൽ 1/k എന്നോ k⁻⁻1 എന്ന് വന്നാൽ അതെന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. ആ ഒരു സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഹാർമോണിക് സീരീസ് എന്ന് എടുത്ത് പറയത്തില്ല, 1/k അല്ലെങ്കിൽ k⁻⁻1 എന്നായിരിക്കും. സോ അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം, അത് ഹാർമോണിക് സീരീസ് ആണ്, അത് ഡൈവേർജൻ്റ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഹാർമോണിക് സീരീസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിച്ച ജോമെട്രിക് സീരീസ് ഒക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് അത് തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2 + 2/5 + 2/5². അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് എന്താണ്? 1/5 ആണ്. ഫസ്റ്റ് ടേം 2 ആണ്. അത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. മോഡ് 6 എന്ന് പറയുന്നത് <1 ആണോ എന്നൊക്കെ നോക്കിയിട്ട്. അടുത്തതും അതേ കണക്ക് തന്നെയാണ്. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണിത്. 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് ടേം 1/4 ആണ്. ചെയ്ത് നോക്കാം. ഇതിന് എന്ത് ചെയ്യണം? കേക്ക് 1 2 3 കൊടുത്തിട്ട് ആ സീക്വൻസ് എഴുതണം. അതൊരു ജോമെട്രിക് സീരീസ് ആയിരിക്കും. അതിൽ നിന്ന് എയും 6ഉം കണ്ടുപിടിച്ച് ചെയ്യണം. അതുപോലെ തന്നെയാണ് അടുത്തതും. കേക്ക് പകരം 1 2 3 ഇട്ട് കൊടുക്കുക, ആ സീരീസ് എഴുതുക. സെയിം അത് കണക്ക് തന്നെ. ഓക്കെ, എഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത് ചെയ്യുന്നതെല്ലാം നേരത്തെ കണക്കാണ്. പിന്നെ ഈ k-1 ഒക്കെ വന്നതുകൊണ്ട് കൺഫ്യൂഷൻ വരും എന്നുള്ളത് കൊണ്ട് അതൊന്ന് ചെയ്തേക്കുക. k1 ആണ് ഫസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ എന്താ? കേക്ക് പകരം എല്ലാം 1 വരും. -1 × 7/6⁻1 അപ്പോൾ 7 ആൻസർ കിട്ടും. 2 കൊടുക്കുമ്പോൾ -7/6 7/6² അങ്ങനെ പോകും. അപ്പോൾ സീക്വൻസ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിൽ ഫസ്റ്റ് ടേം എന്താണ്? 7 ആണ്. 6 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇപ്പം മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ഏത് നമ്പറാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം ഡിവൈഡ് ചെയ്താൽ മതി. ഏത് ടേമാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിൻ്റെ മുന്നിലത്തെ ടേം ആയിരിക്കണം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ -7/6 / 7 ആണ് ചെയ്യുന്നതെങ്കിൽ 7ഉം 7ഉം ക്യാൻസൽ ആവും. ആൻസർ എന്തായിരിക്കും? -1/6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ 6 -1/6 ആണ്. മോഡ് 6 എടുക്കുമ്പോഴത്തേക്കും 1/6 വരും. അതെന്താണ്? <1 ആണ്. സോ ദ സീരീസ് കൺവേർജസ്. അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a/1 - 6 ആണെന്നറിയാം. സോ 7/1 - -1/6 ആൻസർ എന്ത് വരും? 6 വരും. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ജി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലത്തെയാണ്. ടെലിസ്കോപ്പിക് സംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തായിരുന്നു. അതേ കണക്കുള്ള ക്വസ്റ്റ്യനാണിത്. ആ ഒരു മോഡലാണ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ പയ്യൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ. അതും ചെയ്യുന്നത് നമ്മൾ ചെയ്ത കണക്ക് തന്നെ ജോമെട്രിക് സീരീസ് വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അവിടെ 6 എന്ന് പറഞ്ഞ് e/π വരുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, 1നെക്കാട്ടിയും കുറവാണോ കൂടുതലാണോ. കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് e/π എന്ന് പറയുന്നത് <1 ആണ് വരുന്നത്. സോ അത് കൺവേർജൻ്റ് ആണ്. സമ്മും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതും നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. റിപ്പീറ്റിംഗ് ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാനായിട്ട് നേരത്തെ ചെയ്ത കണക്കാൻ ഇപ്പോൾ 0.999 അങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്കൊരു ജോമെട്രിക് സീരീസിൻ്റെ സമ്മായിട്ട് എഴുതാം. ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും ഉണ്ട്. ഇപ്പോൾ ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 0.01 ആണ്.
അതെന്താണ് 0.1 ആണ്. സോ ലെസ് ദാൻ 1 അതിന് കൺവേർജൻ്റ് ആയിരിക്കും, അതിനെന്ത് കാണും, സമ്മും കാണും. ഇട്ട് കൊടുക്കുക, സം കണ്ടുപിടിക്കുക. അപ്പോൾ ആ കിട്ടുന്ന സം തന്നെ ആയിരിക്കും ആ ഒരു നമ്പറിൻ്റെ ഫ്രാക്ഷൻ ഫോം. ഇവിടെ 1 ആണ് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് 5.373737. ഇവിടുത്തെ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 5 ഉണ്ട്. സോ അതിനെ 5 പ്ലസ് ബാക്കി എഴുതിയേക്കുക. ഈ ബാക്കിയാണ് എന്തെന്ന് പറയുന്നത്, ജോമെട്രിക് സീരീസ് വരുന്നത്. സോ ആ ബാക്കിയുടെ മാത്രം എന്ത് കണ്ടുപിടിച്ചാൽ മതി, സം കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് 5 കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 0.37 പ്ലസ് 0.0037 പ്ലസ് പോയിൻ്റ് അങ്ങനെ പോകുന്നത്. അതൊരു ജോമെട്രിക് സീരീസ് ആണ്. ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട് 0.37. 6 എന്ന് പറയുന്നത് എത്ര വെച്ച് മൾട്ടിപ്ലൈ ആയി പോകുന്നത്, 0.01. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താ ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ എളുപ്പമാണ് ഇങ്ങനത്തെ സീരീസിൻ്റെ കണ്ടുപിടിക്കാൻ. 0.01 ആണ്. അതെന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും, കൺവേർജസ് ആയിരിക്കും. സോ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. എയും ആറും ഇട്ട് കൊടുക്കുക, ആൻസർ എന്ത് കിട്ടും, 0.37/0.99. പോയിന്റ് മാറ്റുമ്പോഴത്തേക്കും 37/99 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് 0.373737 അല്ലല്ലോ കണ്ടുപിടിക്കേണ്ടത്, 5 പോയിൻ്റ് അല്ലേ. അപ്പം അതിൻ്റെ മാത്രം 37/99 ഉണ്ട്, 5ഉം കൂടെ ഉണ്ട്. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 532/99. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോം എന്ന് പറയുന്നത് 532/99 ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഫൈൻഡ് ദ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ദ സീരീസ് ഡൈവേർജസ് ആൻഡ് ഫൈൻഡ് ദ സം ഓഫ് സീരീസ് ഫോർ ദോസ് വാല്യൂസ് ഓഫ് എക്സ്. അതായത് ഈ എക്സ് വെച്ച് കുറേ ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അതിന് ഏതൊക്കെ വാല്യൂസ് കൊടുത്താലാണ് അത് കൺവേർജസ് ആകുന്നത്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ എക്സ് ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. ഫസ്റ്റ് ടേം എക്സ് ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത്, സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്താൽ മതി. -x/3 ആണ് സെക്കൻഡ് ടേം, ഫസ്റ്റ് ടേം എക്സ് ആണ്. അപ്പം ക്യൂബും എക്സും കട്ടായി പോവും, അപ്പം -x² എന്ന് വരും. അപ്പോൾ കൺവേർജൻ്റ് ആകണമെങ്കിൽ എന്താണ്, മോഡ് ആറ് ലെസ് ദാൻ 1 ആയിരിക്കണം. ഇവിടുത്തെ മോഡ് ആറ് എന്ന് പറയുന്നത് എത്ര, മോഡ് -x² ആണ്. അത് ലെസ് ദാൻ 1 ആയിരിക്കണം. മോഡ് ഇടുമ്പോഴത്തേക്കും നെഗറ്റീവ് പോവും, x² ലെസ് ദാൻ 1 ആയിരിക്കണം. എന്ന് വെച്ചാൽ സ്ക്വയർ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും, √1 ആവും. അപ്പോൾ എക്സ് എന്തായിരിക്കണം, ലെസ് ദാൻ 1 ആയിരിക്കണം. ദ സീരീസ് കൺവേർജൻറ്റ്. ഈ ഒരു കാര്യമാണ് എക്സ് ലെസ് ദാൻ 1. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1-നെക്കാട്ടിയും കുറവായിരിക്കും. ഈ ഒരു കാര്യമാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓൾ വാല്യൂസ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ദ സീരീസ് കൺവേർജസ് ആണ്. അതിൻ്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, a/1 - r. r എന്ന് പറയുന്നത് -x² ആണ്, a എന്ന് പറയുന്നത് x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, ആൻസർ x/1 + x² കിട്ടുന്നു. ഓക്കെ, അടുത്തതും എക്സ് വെച്ചുള്ള ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ സബ് ക്വസ്റ്റ്യനാണ്. എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക കൺവേർജൻ്റ് ആകാനുള്ള. എ ഉണ്ട്, ആറ് കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്യുക. ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷനിൽ കിടക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. x³ x² കൂടെ കട്ടാകുമ്പോഴത്തേക്കും 2/x എന്നാണ് 6 വരുന്നത്. എയും ആറും കിട്ടിക്കഴിഞ്ഞാൽ കൺവേർജൻ്റ് ആകണമെങ്കിൽ എന്താണ്, 6 മോഡ് 6 ലെസ് ദാൻ 1 ആയിരിക്കണം. നമ്മുടെ കയ്യിലുണ്ട് 6 എന്ന് പറയുന്നത് 2/6. അപ്പോൾ മോഡ് 2/6 ലെസ് ദാൻ 1 ആയിരിക്കണം. 2/6 ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ എക്സ് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇൻറ്റു എക്സ് ആകത്തില്ല. അപ്പോൾ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ എക്സ് ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് തിരിച്ചെഴുതുമ്പോൾ x greater than 2 എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരുന്നത്. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x greater than 2 ആയാൽ മാത്രമേ ദ സീരീസ് കൺവേർജസ് ആവത്തുള്ളൂ. കൺവേർജസ് ആയി ഇനി അത് സം കണ്ടുപിടിക്കുക. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, എ ഉണ്ട്, ആർ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ 1/x × x - 2 എന്ന് കിട്ടും. ഫർദർ കാൽക്കുലേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ വെദർ ദ സീരീസ് കൺവേർജസ്. സോ ഫൈൻഡ് ഇറ്റ് സം. കൺവേർജ് ചെയ്യുകയാണെങ്കിൽ സമ്മ് കണ്ടുപിടിക്കുക. സീരീസ് ഇതാണ്, ln 1/2 + ln 2/3 ln 3/4 + etc. ലോഗാണ്, നാച്ചുറൽ ലോഗരിതമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നാച്ചുറൽ ലോഗരിതമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഫോം ഉണ്ട്, ലോഗ് a/b എന്ന് പറയുന്നതിനെ നമുക്ക് ലോഗ് a - ലോഗ് b എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതൊരു
ഫോമുലയാണത് ആക്ച്വലി. ഒരു ഫോമാണ് ln(a/b) ലോഗ് a/b എന്നുള്ളത് ലോഗ് a മൈനസ് ലോഗ് b എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ആ ഒരു ഫോമുല തന്നെ നോക്കിയേ, ഇതൊരു സമ്മാണല്ലോ. സോ SNനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് 1/2നെ ലോഗ് 1 മൈനസ് ലോഗ് 2 എന്ന് എഴുതി ഈ ഒരു ഫോം വെച്ചിട്ട്. അതുപോലെ ലോഗ് 2/3നെ ലോഗ് 2 മൈനസ് ലോഗ് 3 എന്ന് എഴുതിയിട്ടുണ്ട്. 3/4നെ ലോഗ് 3 മൈനസ് ലോഗ് 4 എന്ന് എഴുതിയിട്ടുണ്ട്. എക്സെട്ര അപ് ടു ലോഗ് n മൈനസ് ലോഗ് n+1, അതായത് കേക്ക് n കൊടുക്കുമ്പോൾ ഉള്ളത് n മൈനസ് ലോഗ് n+1 വരെ. ഓക്കെ, ഇവിടെയുള്ള പ്രത്യേകത നോക്കിക്കേ. മൈനസ് ലോഗ് 2 ഉണ്ടെങ്കിൽ ഒരു പ്ലസ് ലോഗ് 2 ഉണ്ട്. മൈനസ് ലോഗ് 3 ഉണ്ടെങ്കിൽ ഒരു പ്ലസ് ലോഗ് 3 ഉണ്ട്. മൈനസ് ലോഗ് 4 ഉണ്ടെങ്കിൽ ഒരു പ്ലസ് ലോഗ് 4 ഉണ്ട്. അപ്പോൾ അത് ഇത്ര എന്തായിപ്പോവും? ക്യാൻസലായിപ്പോവും. അതുപോലെ തന്നെ പ്ലസ് ലോഗ് n ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായിരുന്നു കാണണം? മൈനസ് ലോഗ് n ഉണ്ടായിരുന്നു കാണണം. സോ അതും ക്യാൻസലായിപ്പോവും. ആകെയുള്ളത് എന്തുമാത്രമാണ്? ഈ ലോഗ് 1ഉം ലോഗ് മൈനസ് ലോഗ് n+1 ആയിരിക്കും. സോ ലാസ്റ്റ് ഈ ഒരു ഫോം മാത്രമേ SNന് കാണത്തുള്ളൂ. ലോഗ് 1 മൈനസ് ലോഗ് n+1. ഓക്കെ, ലോഗ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. എപ്പോഴും ലോഗ് 1 എപ്പോഴും 0 ആണ്. സോ 0 കൊടുത്തു. മൈനസ് ലോഗ് n-1. സോ SNൻ്റെ ഫോമുല എന്ത് കിട്ടും? മൈനസ് ലോഗ് n+1. സോ SN ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഡൈവേർജൻ്റ് ആണോ കൺവേർജൻ്റ് ആണോ നോക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുക അല്ലേ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ലോഗ് n+1. അപ്പോൾ എന്നിന് ഇൻഫിനിറ്റി ആവുകയാണ്. സോ എന്നിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്കും മൈനസ് ലോഗ് ഇൻഫിനിറ്റി. ലോഗ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി തന്നെയാണ്. സോ ദ ഗിവൺ സീരീസ് ഡൈവേർജസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ് സൈൻ എക്സ് മൈനസ് സൈൻ സ്ക്വയർ x/2 പ്ലസ് സൈൻ ക്യൂബ് x/4 മൈനസ് സൈൻ റേസ് ടു 4x/8 പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് 2 sin x/2 പ്ലസ് സൈൻ എക്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സീക്വൻസ് ഉണ്ടല്ലോ. സൈൻ എക്സ് മൈനസ് സൈൻ x/2 സൈൻ സ്ക്വയർ x/2 പ്ലസ് സൈൻ ക്യൂബ് x/4 അങ്ങനെയാണ്. സോ എ എന്ന് പറയുന്നത് എന്താ? സൈൻ എക്സ് ആണ്. ആർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേമിന്ന് ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്താൽ മതി. മൈനസ് സൈൻ സ്ക്വയർ x/2 ആണ് സെക്കൻഡ് ടേം, ഫസ്റ്റ് ടേം സൈൻ എക്സ് ആണ്. ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും കോമൺ റേഷ്യോ മൈനസ് സൈൻ x/2 എന്ന് കിട്ടും. ഓക്കെ, കോമൺ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് നോക്കുന്നത്? ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കണം. മോഡ് ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കണം. സോ മോഡ് ആർ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ x/2 ആണ്. മോഡ് ഇടുമ്പോഴത്തേക്കും സൈൻ x/2 എന്ന് വരും. ഓക്കെ, സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1/2 ആണ് നമുക്ക് മോഡ് ആർ കിട്ടുന്നത്. മോഡ് ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സമ്മ് കണ്ടുപിടിക്കാം. സമ്മിൻ്റെ ഇക്വേഷൻ ഉണ്ട്. a/1 മൈനസ് ആർ, സൈൻ എക്സ് ആണ് എ, ആർ എന്ന് പറയുന്നത് മൈനസ് സൈൻ x/2 ആണ്. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് ആൻസർ 2 sin x/2 പ്ലസ് സൈൻ എക്സ് ആണ്. കാൽക്കുലേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ ദ വാല്യൂസ് ഓഫ് x ഫോർ വിച്ച് ദ സീരീസ് കൺവേർജസ് ആൻഡ് ഫൈൻഡ് ദ സം. ഇതാണ് സീരീസ്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു ജോമെട്രിക് സീക്വൻസ് ആണ്. എ കണ്ടുപിടിക്കുക, ആറ് കണ്ടുപിടിക്കുക. പിന്നെ ആറ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഈ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ പോസിറ്റീവ്, ഈ റേസ് ടു നെഗറ്റീവ്, ഈ റേസ് ടു പോസിറ്റീവ് നമ്പറാണ് വരുന്നതെങ്കിൽ, നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഈ റേസ് ടു പോസിറ്റീവ് നമ്പറാണ് വരുന്നതെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അത് വെച്ചിട്ട് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് നോക്കുക.